വെൽക്കം ടു ദ മ്യൂസ്. എല്ലാവർക്കും മ്യൂസ് ഓഡിയോ ബുക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് കുന്തലത എന്ന നോവലിൻ്റെ ബാക്കി ഭാഗമാണ്. ഭാഗം 3. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വായിച്ചു നിർത്തിയത് ആനയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് കുമാരനും കുമാരനെ കാത്തിരുന്ന മറ്റ് രണ്ടുപേരും തങ്ങളുടെ ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നിടത്താണ് നമ്മൾ കഥ നിർത്തിയത്. ഇനി ബാക്കി കേൾക്കാം. അധ്യായം 4. ചന്ദനോദ്യാനം. നായാട്ടുകാരിൽ പ്രധാനികളായവർ 3 പേരും തമ്മിൽ തങ്ങളുടെ പരാക്രമങ്ങളെ പറഞ്ഞും കൊണ്ട് 2 നാഴിക വഴി ചെന്നപ്പോഴേക്ക് അവരുടെ ഭവനം ദൂരത്ത് കണ്ടു തുടങ്ങി. ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ വിസ്തീർണമായ ഒരു ഉദ്യാനമുള്ളതിൻ്റെ നടുവിലാണ് ആ ഭവനം. ആ ഉദ്യാനത്തിൽ ചന്ദനവൃക്ഷങ്ങൾ അധികമുണ്ടായിരുന്നതിനാൽ അതിന് ചന്ദനോദ്യാനമെന്നാണ് പണ്ടൊക്കെ പേര് പറഞ്ഞു പോന്നിരുന്നത്. കുന്ന് പൊക്കം കുറഞ്ഞ് പരന്ന മാതിരിയാണ്. 4 പുറത്തും ചുള്ളിക്കാടുകളുണ്ട്. അധികം ചെരുവുള്ള ഒരു ഭാഗത്ത് ആ ചുള്ളിക്കാടുകൾ വെട്ടി മുകളിലേക്ക് പോകുവാൻ ഒരു വഴിയുണ്ടാക്കിയിട്ടുണ്ട്. അത് സർപ്പഗതി പോലെയാകയാൽ കയറ്റത്തിൻ്റെ ഞെരുക്കം അധികം തോന്നുകയില്ല. വഴിയുടെ 2 ഭാഗത്തും അടുപ്പിച്ച് പ്ലാവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നതിനാൽ വെയിലിൻ്റെ ഉഷ്ണം അല്പം പോലും തട്ടുകയുമില്ല. ആ വഴിയിൽ കൂടെ കയറി ചെന്നാൽ പടിപ്പുരയിലെത്തും. പടിപ്പുരയല്ല, ഗോപുരം എന്ന് തന്നെ പറയാം. അത്ര വലിയതാണ്. ആനവാതിലുകളും ചങ്ങലകളും വലിയ തഴുതുകളും മറ്റുമുണ്ട്. പടിവാതിൽ കടന്നാൽ ചെല്ലുന്നത് ഒരു മനോഹരമായ തോട്ടത്തിലേക്കാണ്. അതിൽ വിവിധമായ ചെടികളും സുഗന്ധപുഷ്പങ്ങളും ഭംഗിയിൽ നട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെയാണ് ഗൃഹത്തിലേക്ക് ചെല്ലുവാനുള്ള വഴി. വഴിയുടെ ഇരുഭാഗത്തുമുള്ള വേലിയിന്മേൽ ഭംഗിയുള്ള ഓരോ ലതകൾ പടർന്നു പുഷ്പിച്ച് നിൽക്കുന്നുണ്ട്. ആ വഴിയിൽ കൂടെ ചെന്ന് കയറുന്നത് ഒരു താഴ്വാരത്തിലേക്കാണ്. അതിൻ്റെ മീതെ അല്പം എകർന്ന ഒരു തറമേൽ തറയുമുണ്ട്. വളരെ ദീർഘവിസ്താരവും തട്ടെകരവുമുള്ള വിലാസമായ പൂമുഖം. പൂമുഖത്തേക്ക് കയറുന്നത് ഒരു വലിയ കമാനത്തിൻ്റെ കീഴിൽ കൂടിയാണ്. താഴ്വാരത്തിൻ്റെ 3 ഭാഗത്തുമുള്ള വലിയ താലപ്രമാണങ്ങളായ തൂണുകളൊക്കെയും കരിങ്കല്ല് കൊണ്ടുണ്ടാക്കി മീതെ വെള്ളക്കുമ്മായമിട്ട് മിനുക്കുകയാൽ വെണ്ണക്കല്ലുകൊണ്ട് കടഞ്ഞുണ്ടാക്കിയതാണെന്ന് തോന്നും. തറമേൽ തറയുടെ മേലുള്ള കുറും തൂണുകൾ, പാലുത്തരങ്ങൾ, തട്ട, തുലാങ്ങൾ ഇതുകളിന്മേൽ ശില്പിശാസ്ത്രത്തിൻ്റെ വൈഭവത്തെ അതിശയമാക്കും വണ്ണം കാണിച്ചിരിക്കുന്നു. തൂണുകളും തുലാങ്ങളും ഒരു നോക്കീന്ന് വീരാളിപ്പട്ടുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നുവോ എന്ന് തോന്നത്തക്ക വണ്ണം വിശേഷമായി ചായം കയറ്റിയിരിക്കുന്നു. തട്ടിന് നാംവിരൽ കീഴായിട്ട 4 ഭാഗത്തും ഇരുവിരൽ വീതിയിൽ കുമ്മായം കൊണ്ട് ഒരു ദളമുണ്ട്. അതിന്മേൽ പലയിടത്തും പഞ്ചവർണ്ണ കിളികളുടെയും വെള്ളപ്പിറാവുകളുടെയും മറ്റും ചില പക്ഷികളുടെയും രൂപങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കണ്ടാൽ അവ ചിറകു വിരുത്തി ഇപ്പോൾ പറക്കുമോ എന്ന് തോന്നും. ശില്പികളുടെ സാമർഥ്യം കൊണ്ട് അവയ്ക്ക് അത്ര ജീവസ്സും തന്മയത്വവും വരുത്തിയിരിക്കുന്നു. താഴ്വാരത്തിൻ്റെ നടുവിൽ വേറെ ഒരു വിചിത്രപ്പണിയുണ്ട്. ഒറ്റ കരിങ്കല്ലുകൊണ്ട് കൊത്തിയുണ്ടാക്കി ഒറ്റക്കാലിന്മേൽ നിർത്തിയ ഒരു വലിയ വൃത്താകാരമായ പാത്രത്തിൽ നിറഞ്ഞിരിക്കുന്ന അതിനിർമ്മലമായ ജലത്തിൽ ചുവന്നും സ്വർണവർണ്ണമായും മുത്തുച്ചിപ്പിയുടെ നിറത്തിലുമുള്ള ചെറിയ ഓരോ മാതിരി മത്സ്യങ്ങൾ, അതിൽ തന്നെ വളരുന്ന ജലജങ്ങളായ ചില ചെടികളുടെ നീലക്കരിഞ്ചണ്ടികളിൽ പൂണ്ടുകൊണ്ട് ഏറ്റവും കൗതുകമാകും വണ്ണം തത്തിക്കളിക്കുന്നു. വേറെ ഒരിടത്ത് വളരെ അപൂർവമായ ചില പക്ഷികളെ ഭംഗിയുള്ള പഞ്ചരങ്ങളിലാക്കി തൂക്കിയിട്ടുമുണ്ട്. പൂമുഖത്തിൻ്റെ ഇടത്തും വലത്തും ഭാഗങ്ങളിൽ നിന്ന് 2 കോണികൾ മേൽപ്പെട്ടു പോകുന്നുണ്ട്. കയറി ചെന്നാൽ ഒരു വലിയ ഒഴിഞ്ഞ മുറിയിലെത്തും. ആ മുറി വളരെ തട്ടെകരവും ദീർഘവിസ്താരവുമുള്ളതാണ്. പുറമേ ആരെങ്കിലും വന്നാൽ അവരെ സൽക്കരിക്കുവാനുള്ള സ്ഥലമാണ്. അതിൽ പലവിധമായ ആസനങ്ങൾ, കട്ടിലുകൾ, കോസടികൾ, ചാരുകസേലകൾ, മേശകൾ, വിളക്കുകൾ, ചിത്രങ്ങൾ മുതലായവയുണ്ട്. അതിൻ്റെ പിൻഭാഗത്ത് അതിലധികം വലുതായ വേറെ ഒരു ഒഴിഞ്ഞ മുറിയുണ്ട്. അതിൽ മേൽപ്പറഞ്ഞവയൊന്നും തന്നെയില്ല. ആയത് പുറത്തിറങ്ങി കളിക്കുവാൻ കഴിയാത്ത കാലങ്ങളിൽ പന്താടുവാനും മറ്റുമുള്ള സ്ഥലമാണ്. ഈ 2 അകങ്ങൾക്ക് വിസ്താരമുള്ള ജനലുകൾ 4 പുറത്തും വളരെയുണ്ടാകയാൽ വായുസഞ്ചാരം നല്ലവണ്ണമുണ്ട്.
മാളികയുടെ മുകളിൽ വിശേഷവിധിയായി വേറെയൊന്നും ഉണ്ടായിരുന്നില്ല. താഴത്ത് പൂമുഖത്തിൽ നിന്ന് അകായിലേക്ക് കടന്നാൽ മുകളിലുള്ളതിന് നേരെ കീഴിൽ അതേപോലെ തന്നെ ഒഴിഞ്ഞ 2 സ്ഥലങ്ങളുണ്ട്. അതിൽ ഒരു സ്ഥലം ആയുധശാലയാണ്. അതിനുള്ളിൽ പലവിധമായ വാളുകൾ, വെട്ടുകത്തികൾ, വില്ലുകൾ, കുന്തങ്ങൾ, ഈട്ടികൾ, യമതാടകൾ, ഗദകൾ, കവചങ്ങൾ, വെൺമഴുക്കൾ എന്നീ മാതിരി പലവിധ ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ തയ്യാറാക്കി വച്ചിരിക്കുന്നു. അതുപോലെ തുടച്ച് വെടുപ്പാക്കി വച്ചിരിക്കുന്നു. ആയതൊക്കെയും ചുമരിന്മേൽ ആണി തറച്ച് തൂക്കിയിരിക്കുകയാണ്. അപ്രകാരം ആയുധങ്ങൾ അടുക്കി വച്ചിട്ടുള്ളതിൻ്റെ ഇടയ്ക്ക് കലമാൻ, കാട്ടി മുതലായ കൊമ്പുള്ള മൃഗങ്ങളുടെ തലകൾ കൊമ്പുകളോടുകൂടി ഉണക്കി കൃത്രിമ നേത്രങ്ങളും മറ്റും വെച്ചുണ്ടാക്കി ചുമരിന്മേൽ പലയിടത്തും തറച്ചിരിക്കുന്നത് കണ്ടാൽ ആ മൃഗങ്ങൾ അകത്തേക്ക് കഴുത്ത് നീട്ടി എത്തി നോക്കുകയാണെന്ന് തോന്നും. നിലത്ത് വ്യാഘ്രം, കരടി മുതലായവയുടെ തോലുകൾ രോമം കളയാതെ ഉണക്കി പലയിടങ്ങളിലും വിരിച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് വലിയ ആനക്കൊമ്പുകൾ, പന്നിത്തേറ്റകൾ, പുലിപ്പല്ലുകൾ, ചമരിവാലുകൾ, കാട്ടിക്കൊമ്പുകൾ, പുലിനഖങ്ങൾ എന്നിങ്ങനെ നായാട്ടുകൊണ്ട് കിട്ടുന്ന സാധനങ്ങൾ പലതും ശേഖരിച്ചു വച്ചിരിക്കുന്നു. മേൽപ്പറഞ്ഞ ആ മൃഗചർമ്മങ്ങൾ ചിലയിടത്ത് മേൽക്ക് മേലായി അടുക്കി വെച്ചിട്ടുള്ളതിന്മേൽ സിംഹതുല്യന്മാരായ 3 നായാട്ട് നായ്ക്കൾ കിടക്കുന്നുണ്ട്. അവയുടെ മുഖത്തെ ശൂരതയും മാന്ത കൊണ്ട് കടികൊണ്ടും ഏറ്റിട്ടുള്ള അനവധി വ്രണങ്ങളുടെ വടുക്കളും അതിതീക്ഷ്ണങ്ങളായ കണ്ണുകളും വളഞ്ഞു നീണ്ട ദംഷ്ട്രകളും വിസ്തീർണമായ വായയും കറുത്തു തടിച്ച ചുണ്ടുകളുടെ ഇടയിൽ കൂടി പുറത്തേക്ക് തുറിച്ചിരിക്കുന്ന രക്തവർണമായ നാവും മറ്റും കണ്ടാൽ ആ അകത്ത് കൂട്ടിയിട്ടുള്ള അനവധി സാമാനങ്ങളെ സമ്പാദിക്കുന്നതിൽ അതിസാഹസമായി പ്രയത്നിച്ചവരാണെന്ന് തോന്നും. മേൽ വിവരിച്ച സ്ഥലങ്ങളാണ് ഭവനത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഭവനത്തിൻ്റെ പിൻഭാഗം ഒരു വിസ്തീർണമായ വളർത്തുകാടാണ്. അത് കുന്നിൻ്റെ ഇറക്കിലോളമുണ്ട്. ആ വളർത്തുകാട്ടിൽ പ്രായം ചെന്ന വളരെ ചന്ദനവൃക്ഷങ്ങളും പൊന്തക്കാടുകളും വള്ളിക്കുടിലുകളും വാഴക്കൂട്ടങ്ങളും ഇല്ലിപ്പട്ടിലുകളും തമ്മിൽ ഇടകലർന്ന് നിൽക്കുന്നുണ്ട്. ഈ വിശേഷ ഭവനം കലിംഗരാജാവിൻ്റെ രാജധാനിയിൽ നിന്ന് ഒരു കാതം വഴി തെക്കായിട്ടാണ്. സമീപം വേറെ ഭവനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അത് വിജനവാസത്തിന് വളരെ സൗഖ്യമുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ വിജനവാസത്തിനായിട്ടാണ് നായാട്ടിന് പോയിരുന്നതിൽ പ്രായമേറിയ ആൾ അത് ഉപയോഗിച്ചു വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അഘോരനാഥൻ എന്നാണ്. കലിംഗ മഹാരാജാവിൻ്റെ ഭണ്ഡാരാധിപനും ഒരു മന്ത്രിയുമായ അദ്ദേഹം രാജ്യകാര്യം വളരെ ആലോചിച്ച് മുഷിഞ്ഞാൽ സംവത്സരത്തിൽ 1-2 മാസം ആ ഭവനത്തിൽ ചെന്ന് രാജ്യകാര്യങ്ങളിലെ ചിന്ത അല്പം കുറച്ച് അവിടെ സൗഖ്യമായി താമസിക്കുന്നത് പതിവായിരുന്നു. എന്നാൽ ശരീരസൗഖ്യം പോരായകയാലോ മറ്റോ കുറച്ചു കാലമായി സ്ഥിരവാസം തന്നെ ചന്ദനോദ്യാനത്തിൽ ആക്കിയിരുന്നു. എങ്കിലും രാജ്യഭാരത്തിൻ്റെ അമരം യാതൊരാൾക്കും താൻ കൈവിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നതുമില്ല. അഘോരനാഥൻ്റെ ഒരുമിച്ച് സ്വർണമയീ ദേവി എന്നൊരു കുമാരിയും താരാനാഥൻ എന്നൊരു കുമാരനും ഉണ്ടായിരുന്നു. നായാട്ടിൽ അതിസാഹസമായി ആനയുടെ മുമ്പിൽ ഓടിച്ചു വന്നിരുന്നു എന്ന് പറഞ്ഞ ആ കുമാരനാണ് താരാനാഥൻ. ആ ചെറുപ്പക്കാരായ സോദരീ സോദരന്മാർക്ക് അച്ഛനമ്മമാർ ഇല്ലാകയാൽ ഇളയച്ചനായ അഘോരനാഥൻ്റെ രക്ഷയിലാണ് അവർ വളർന്നു വരുന്നത്. അഘോരനാഥൻ്റെ ജ്യേഷ്ഠനും മേൽപ്പറഞ്ഞ ആ ചെറുപ്പക്കാരുടെ അച്ഛനുമായി കപിലനാഥൻ എന്നൊരാളുണ്ടായിരുന്നു. കലിംഗ മഹാരാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹത്തെ രാജാവിനും രാജ്ഞിക്കും പ്രാണവിശ്വാസമായിട്ടായിരുന്നു. രാജ്ഞി മരിച്ച ശേഷം രാജാവിന് മുമ്പത്തെപ്പോലെ ബുദ്ധിക്ക് ശക്തിയും സ്ഥൈര്യവും ഇല്ലാതായി. വാർദ്ധക്യത്തിൻ്റെ അതിക്രമങ്ങളും തുടങ്ങി. കുടിലന്മാരായ ചില സജീവന്മാരുടെയും വാർദ്ധക്യത്തിലുണ്ടാകുന്ന ചില ചപലതകൾക്ക് കൊണ്ടാടി നിന്നിരുന്ന ഒരു വേശ്യയുടെയും പൈശൂന്യത്താൽ അകാരണമായിട്ട് അതിവിശ്വസ്തനായ ആ കപിലനാഥനെ കാരാഗൃഹത്തിലാക്കണമെന്ന് രാജാവ് കൽപ്പിക്കുകയും അദ്ദേഹം ഏകശാസനയായി ഭരിച്ചിരുന്ന രാജ്യത്തിൽ തന്നെ ഒരു കാരാഗൃഹത്തിൽ വസിക്കുവാനുള്ള ദൈന്യതയെ ഭയപ്പെട്ട് സ്വന്തം കൈയിനാൽ ജീവനാശം വരുത്തിയിരിക്കുന്നു എന്നുമാണ് വർത്തമാനം. താരാനാഥന് 22 വയസ്സ് പ്രായമായി. വിദ്യാഭ്യാസവും മറ്റും വേണ്ടതുപോലെ കഴിഞ്ഞു. അഘോരനാഥൻ്റെ ശിക്ഷയാൽ ശസ്ത്രശാസ്ത്രത്തിൽ അധികം നിപുണനായി തീരുകയും ചെയ്തു. സ്വർണമയീ ദേവിക്ക് 17 വയസ്സായി. അഘോരനാഥൻ്റെ സഹവാസം കൊണ്ട്
രണ്ടുപേർക്കും വളരെ ബുദ്ധിഗുണമുണ്ടായിട്ടുണ്ട്. താരാനാഥന് 20 വയസ്സായവരെയും രാജധാനിയിൽ തന്നെയായിരുന്നു സോദരീ സോദരന്മാർ പാർത്തിരുന്നത്. കപിലനാഥൻ രാജാവിൻ്റെ കോപം നിമിത്തം ആത്മഹത്യ ചെയ്തു എന്ന് രാജാവ് കേട്ടപ്പോൾ ശുദ്ധാത്മാവായ അദ്ദേഹത്തിന് അതികഠിനമായ പശ്ചാത്താപമുണ്ടായി. അതിന് കാരണഭൂതന്മാരായ ചില ദുഷ്ട സജീവന്മാരെ അപ്പോൾ തന്നെ കാരാഗൃഹത്തിലാക്കുവാൻ കൽപ്പിച്ചു. കപിലനാഥൻ്റെ സന്താനങ്ങളെ വേണ്ടും വണ്ണം വാത്സല്യത്തോടുകൂടി നോക്കി വളർത്തുവാൻ എല്ലാം കൊണ്ടും അഘോരനാഥനെപ്പോലെ ആരും തരമാവില്ലെന്ന് വെച്ച് അവരെ അദ്ദേഹത്തെ പ്രത്യേകം ഭാരമേൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്ന് തന്നെയല്ല, രാജാവ് കൂടെ കൂടെ അവരെ ആളെ അയച്ചു വരുത്തി അവർക്ക് വേണ്ടുന്നതിനൊക്കെയും അന്വേഷിക്കുകയും ചെയ്യും. കുട്ടിക്കാലത്ത് അവരുടെ ഭവനം രാജമന്ദിരം തന്നെയായിരുന്നു. രാജകുമാരൻ അവരുടെ സഖാവായിരുന്നു. 2 സംവത്സരത്തിനപ്പുറമാണ് അവർ അഘോരനാഥനൊരുമിച്ച് ഉദ്യാനഭവനത്തിലേക്ക് പാർപ്പ് മാറ്റിയത്. അഘോരനാഥൻ്റെ ഭാര്യ 30-ലധികം വയസ്സായിട്ടും പ്രസവിച്ചിട്ടുണ്ടായിരുന്നില്ല. ആയതുകൊണ്ട് ആ സ്ത്രീ താരാനാഥനെയും സ്വർണമയി ദേവിയെയും വളരെ സ്നേഹത്തോടുകൂടി തൻ്റെ സ്വന്തം മക്കളെപ്പോലെ രക്ഷിച്ചു പോരുന്നതുമുണ്ട്. ഇങ്ങനെയാണ് ചന്ദനോദ്യാനത്തിൻ്റെയും അതിൽ പാർത്തുവരുന്ന ആളുകളുടെയും വൃത്താന്തം. അധ്യായം 5. രാജകുമാരൻ. അഘോരനാഥൻ്റെ ഒരുമിച്ച് നായാട്ടിന് വന്നിരുന്ന മറ്റേ ചെറുപ്പക്കാരൻ ചിത്രരഥൻ എന്നു പേരായ കലിംഗ മഹാരാജാവ് അവர்களுടെ സീമന്തപുത്രനാണ്. പ്രതാപചന്ദ്രൻ എന്നാണ് പേര്. മഹാരാജാവിന് 2 പുത്രിമാർ കൂടി ഉണ്ടായിരുന്നു. പ്രതാപചന്ദ്രൻ്റെ ജ്യേഷ്ഠത്തിയായിരുന്ന ഒരു പുത്രിയെ വേറൊരു രാജ്യത്തേക്ക് വേട്ടുകൊണ്ടുപോയി പട്ടമഹിഷിയായി കുറേ കാലം ഇരുന്ന് സന്തതി ഉണ്ടാവാതെ മരിച്ചുപോയി. പ്രതാപചന്ദ്രൻ്റെ അനുജത്തിയായി അതിസുന്ദരിയായ ഒരു കന്യകയും ഉണ്ടായിരുന്നു. ആ കന്യകയെ വളരെ ചെറുപ്പത്തിൽ കള്ളന്മാർ എടുത്തുകൊണ്ടുപോയി ആഭരണങ്ങൾ തസ്കരിച്ച് കാട്ടിൽ എങ്ങാണ്ടൊരിടത്ത് വെച്ച് കൊന്നിരിക്കുന്നുവത്രേ. കള്ളന്മാരെ തുമ്പുണ്ടാക്കുവാൻ വളരെ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. രാജകന്യകയുടെ ശരീര സൗഭാഗ്യം കണ്ട് കൗതുകപ്പെട്ട് ഇവൾ ഭൂമിയിൽ ഇരിക്കേണ്ടുന്നവളല്ലെന്ന് വെച്ച് യക്ഷന്മാരോ കിന്നരന്മാരോ കൊണ്ടുപോയതായിരിക്കണം എന്ന് ബുദ്ധിമാന്മാരായ ചില ദൈവജ്ഞന്മാർ തീർച്ച പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും പുത്രിയെ കാണാകയാൽ വൃദ്ധനായ രാജാവിന് കുറേ കാലത്തേക്ക് വളരെ വ്യസനത്തിന് കാരണമായി. ഇങ്ങനെ സോദരിമാരും കൂടിയില്ലാതെ ഏകപുത്രനായി തീർന്ന പ്രതാപചന്ദ്രന് ചെറുപ്പത്തിൽ തന്നെ താരാനാഥനും സ്വർണമയി ദേവിയും ചങ്ങാതിമാരായി തീർന്നു. അവർ 3 പേരും പരസ്പരം വളരെ സ്നേഹത്തോടുകൂടിയും എപ്പോഴും ഒരുമിച്ചും വളരുകയാൽ താരാനാഥനും സ്വർണമയിയും ചന്ദനോദ്യാനത്തിലേക്ക് പാർപ്പ് മാറ്റിയപ്പോൾ പ്രതാപചന്ദ്രന് വളരെ ബുദ്ധിക്ഷയമുണ്ടായി. ഉദ്യാനഭവനത്തിൽ വാസം വളരെ സുഖമാണെങ്കിലും താരാനാഥനും സ്വർണമയിക്കും തങ്ങളുടെ പ്രിയ സഖാവായ രാജകുമാരനെയും നിത്യോത്സവവതിയായിരിക്കുന്ന രാജധാനിയിലെ ഓരോ ആഘോഷങ്ങളെയും കാണാൻ കഴിയായകയാൽ ആ മാറ്റം ഒട്ടും തന്നെ സന്തോഷത്തെ ഉണ്ടാക്കിയില്ല. ചില ദിവസങ്ങളിൽ പ്രതാപചന്ദ്രൻ രാജാവിനോട് സമ്മതം വാങ്ങി ചന്ദനോദ്യാനത്തിലേക്ക് പോരും. ഉദ്യാനത്തിലെത്തി 1-2 ദിവസം താമസിച്ച് രാജധാനിയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് രാജാവിന് ഒട്ടും അപ്രിയം ഉണ്ടാവുകയില്ലതാനും. എന്നാൽ 5-6 മാസമായിട്ട് രാജകുമാരൻ ചന്ദനോദ്യാനത്തിൽ വന്നാൽ 8-10 ദിവസം താമസിച്ചല്ലാതെ മടങ്ങിപ്പോവുകയില്ല. കൂടെ കൂടെ വരികയും ചെയ്യും. അതുകൊണ്ടും രാജാവിന് ഒട്ടും അപ്രിയമുണ്ടായില്ല. എന്തുകൊണ്ടെന്നാൽ അഘോരനാഥൻ ഉള്ളതുകൊണ്ട് അയാൾ ഉണ്ണിയുടെ മേൽ നല്ലവണ്ണം ദൃഷ്ടി വെച്ചുകൊള്ളുമെന്ന് രാജാവിന് നല്ല വിശ്വാസമുണ്ടായിരുന്നു. അഘോരനാഥനും രാജകുമാരൻ വരുന്നത് വളരെ സന്തോഷമായിരുന്നു. അങ്ങനെയിരിക്കെ പ്രതാപചന്ദ്രനും സ്വർണമയി ദേവിയും തമ്മിലുള്ള സ്നേഹത്തിന് ഒരു മാറ്റം സംഭവിച്ചു. പ്രതാപചന്ദ്രന് കുറേ കാലമായിട്ട് സ്വർണമയിയെക്കുറിച്ച് അധികമായി ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദിയിൽ അതിന് കാരണം എന്തായിരിക്കാമെന്ന് തനിക്ക് തന്നെ അറിവാൻ കഴിഞ്ഞില്ല. 1 സംവത്സരത്തിനിപ്പുറം അത് പ്രത്യക്ഷമായി കാണിക്കുവാനും തുടങ്ങി. എന്തെങ്കിലും വിശേഷിച്ച് ഒരു വസ്തു തനിക്ക് കിട്ടിയാൽ അത് അപ്പോൾ തന്നെ ദേവിക്ക് കൊടുക്കും. എവിടെയെങ്കിലും പോയാൽ പ്രധാനമായ സ്ഥാനത്തിൽ ദേവിയെ ഇരുത്തും. ദേവിയുടെ ഹിതം എന്തെന്ന് പറയാതെ തന്നെ അറിഞ്ഞു പ്രവർത്തിക്കും. താരാനാഥനെക്കുറിച്ചുള്ള സ്നേഹത്തിന് ഒട്ടും കുറവുണ്ടായില്ല. എങ്കിലും സദായിപ്പോഴും ദേവിയോട് അധികമായ ആദരവ് ഭാവിക്കുകയാൽ താരാനാഥനോട് മുമ്പത്തെ പോലെ ആഭിമുഖ്യം കാണിക്കുവാനും കൂടി ഓർമ്മ വിട്ടു തുടങ്ങി.
ഇങ്ങനെ ഒരു പക്ഷപാതം പോലെ രാജകുമാരൻ സ്വർണ്ണമയിയോട് അധികം സ്നേഹം കാണിക്കുവാൻ തുടങ്ങിയപ്പോൾ താരാനാഥന് ഒരു ആശ്ചര്യമാണ് ഉണ്ടായത്. തൻ്റെ സോദരിയോട് തനിക്ക് വളരെ സ്നേഹമുണ്ടായിരുന്നതിനാൽ പ്രതാപചന്ദ്രൻ പക്ഷപാതം പോലെ കാണിച്ചതുകൊണ്ട് താരാനാഥന് ഒട്ടും കുണ്ഠിതമുണ്ടായതുമില്ല. സ്വർണ്ണമയി മറ്റു രണ്ടുപേരോടും ഒരേപോലെയാണ് സ്നേഹം കാണിച്ചിരുന്നത്. എന്നാൽ ആന്തരമായിട്ട് താരാനാഥനെ അധികം സ്നേഹമുണ്ടായിരുന്നു താനും. എങ്ങനെയെന്നറിയാതെ സ്വർണ്ണമയിക്ക് കുറച്ചു കാലത്തിനുള്ളിൽ രാജകുമാരനെ അധികം പ്രതിപത്തി തോന്നി തുടങ്ങി. ബുദ്ധിഗൗരവമുള്ളവളാകയാൽ പുറത്തേക്ക് ഒട്ടും പ്രകാശിപ്പിക്കാതെ തൻ്റെ അധികമായ പ്രേമത്തെ ഉള്ളിൽ ഒതുക്കി വയ്ക്കുകയും ചെയ്തു. രാജകുമാരൻ ചന്ദനവനത്തിലേക്ക് വരുന്നത് അധികം സാധാരണയായതിൽ പിന്നെ വന്നാൽ അധിക നേരം സ്വർണ്ണമയിയുടെ ഒരുമിച്ച് തന്നെയാണ് കഴിയുക. ഒരു ദിവസം രാജകുമാരനും സ്വർണ്ണമയി ദേവിയും കൂടി ഓരോ നർമ്മങ്ങൾ പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ താരാനാഥൻ ആ അകത്തേക്ക് കടന്നു ചെന്നു. അപ്പോൾ ഇവരുടെ സംസാരം ഉടനെ നിർത്തി. സംസാരം നിർത്തിയത് താരാനാഥൻ വന്നതുകൊണ്ടാണെന്ന് അയാളെ അറിയിക്കാതെ കഴിക്കുവാൻ വേണ്ടി സ്വർണ്ണമയി വേറെ ഒരു വർത്തമാനം നടുക്കിൽ പിടിച്ച് പറഞ്ഞു തുടങ്ങി. രാജകുമാരന് അത് മനസ്സിലായില്ല. എന്താ ദേവി അസംബന്ധം പറയുന്നത് എന്ന് ചോദിച്ചു. അസംബന്ധമാണ്, എന്നോട് ചോദിച്ചതിന് ഉത്തരമല്ലേ എന്നുത്തരം പറഞ്ഞു. കഷ്ടം, ഇദ്ദേഹത്തിന് ഇത് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയും വിധത്തിൽ മുഖത്തേക്കൊന്ന് നോക്കി. രാജകുമാരന് ആകെപ്പാടെ ഒരു പരിഭ്രമമാണ് ഉണ്ടായത്. ഒന്നും ഉത്തരം പറഞ്ഞതുമില്ല. ഓഹോ, ഞാൻ വന്നിട്ട് നിങ്ങളുടെ സല്ലാപം മുടങ്ങിയല്ലേ, ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് താരാനാഥൻ പുറത്തേക്ക് നടന്നു തുടങ്ങി. ഞങ്ങൾക്ക് ഏട്ടൻ കേൾക്കുവാൻ പാടില്ലാത്ത സ്വകാര്യം എന്താണുള്ളത്, ഞങ്ങളും കൂടെ പോരാം എന്ന് പറഞ്ഞ് സ്വർണ്ണമയി രാജകുമാരൻ്റെ കൈയും പിടിച്ചുകൊണ്ട് വേഗത്തിൽ തോട്ടത്തിലേക്ക് നടന്നു. താരാനാഥൻ അവിടെ ഒട്ടും നിൽക്കാതെ തൻ്റെ കുതിരകളെ നോക്കുവാനായിട്ട് പന്തിയിലേക്കും പോയി. സ്വർണ്ണമയി: കുമാര, ഞാൻ പറഞ്ഞതിൻ്റെ താൽപ്പര്യം മനസ്സിലായില്ലേ? ജ്യേഷ്ഠൻ വരുന്നതുകൊണ്ട് നമ്മുടെ സംസാരം തടസ്സപ്പെട്ടു എന്ന് തോന്നിക്കുന്നത് നന്നോ എന്ന് ചോദിച്ചു. രാജകുമാരൻ: ആ വിദ്യ എനിക്കറിവുണ്ടായിരുന്നില്ല, ഇനി ഞാൻ ഓർമ്മ വെച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് പകുതിയാക്കി വെച്ചിരുന്ന മുമ്പത്തെ സല്ലാപം രണ്ടാമതും തുടങ്ങി. ഉദ്യാനത്തിൻ്റെ ഒരു അറ്റത്ത് വലിയ ഒരു പരന്ന കല്ലിന്മേൽ രണ്ടുപേരും പോയിരുന്നു. രാജകുമാരൻ: ദേവി, വരുന്ന ആയില്യം എൻ്റെ ജന്മനക്ഷത്രമാണ്. പിറന്നാൾ സദ്യയ്ക്ക് വളരെ ഘോഷമായി വട്ടം കൂട്ടുവാൻ അച്ഛൻ കൽപ്പിച്ചിരിക്കുന്നു. ദേവിയെയും താരാനാഥനെയും പിറന്നാളിന് 4 ദിവസം മുമ്പേ ക്ഷണിച്ചു കൊണ്ടുവരണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നു. അച്ഛന് നിങ്ങളെ രണ്ടാളെയും കാണുന്നത് വളരെ സന്തോഷമാണെന്നറിയാമല്ലോ. അതുകൊണ്ട് ദേവിയും താരാനാഥനും മറ്റന്നാൾ തന്നെ എൻ്റെ ഒരുമിച്ച് രാജധാനിയിലേക്ക് പോരണം. സ്വർണ്ണമയി: ഞങ്ങൾ രണ്ടാളുകളും ഇവിടത്തെ ഒരുമിച്ച് വരുന്നത് അത്ര ഭംഗിയാകുമോ? ജനങ്ങൾ ഞാൻ ഇവിടത്തെ കൂടെ വന്നാൽ എന്തു പറയും? രാജകുമാരൻ: അഘോരനാഥനും കൂടെ വരുന്നില്ലേ? നിങ്ങളെല്ലാവരും കൂടെ രാജധാനിയിലേക്ക് പോകുമ്പോൾ ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ വന്നു എന്നല്ലാതെ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് പറയുമോ? സ്വർണ്ണമയി: ഇവിടുന്ന് കൂടെയുണ്ടായിരിക്കുക, ഞങ്ങൾ രാജധാനിയിലേക്ക് പോവുക. ഇങ്ങനെയായാൽ തന്നെ ഇവിടുന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നല്ലാതെ വരികയില്ല. പരമാർത്ഥം മറ്റൊരു പ്രകാരമാണെങ്കിലും ജനങ്ങൾ അങ്ങനെ പറയാതിരിക്കില്ല. രാജകുമാരൻ: അഥവാ അങ്ങനെ പറയുന്നതായാൽ തന്നെ എന്ത് തരക്കേടാണുള്ളത്? നാം ചങ്ങാതിമാരാണെന്ന് എല്ലാവർക്കും അറിയില്ലേ? പണ്ട് നാം പലപ്പോഴും ഒരുമിച്ച് പോവുകയും വരികയും ചെയ്തിട്ടുമില്ലേ? സ്വർണ്ണമയി: ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ നമ്മുടെ സൂക്ഷ്മ വൃത്താന്തം അധികം വേഗത്തിൽ പ്രസിദ്ധമാവാൻ വഴിയുണ്ട്. ഇപ്പോൾ തന്നെ കുറേ സംസാരമായിരിക്കുമ്പോൾ നാം അറിയാത്തത് കണക്കല്ല. എൻ്റെ ദാസി എന്നോട് സ്വകാര്യമായി 2 ദിവസം മുമ്പേ ചോദിക്കുകയുണ്ടായി. രാജകുമാരൻ: അവൾ അപ്പോഴേക്ക് അതെങ്ങനെ അറിഞ്ഞു? ഈ വക വർത്തമാനങ്ങൾ അറിവാൻ പെണ്ണുങ്ങൾക്ക് വളരെ സാമർഥ്യമുണ്ട്. സ്വർണ്ണമയി: ആണുങ്ങൾക്കും ഒട്ടും കുറവില്ല. രാജധാനിയിൽ നിന്ന് ഇവിടുത്തെ കൂടെ വന്ന ആ സജീവൻ ഇവിടെ പാർക്കുന്നവരോട് പ്രസ്താവിക്കുന്നത് കേട്ടിട്ടാണത്രേ അവൾ മനസ്സിലാക്കിയത്. രാജകുമാരൻ:
എന്നാൽ ഇനി ഒട്ടും താമസിക്കുകയല്ല നല്ലത്. സ്വർണമയി: താമസിക്കുന്നത് വെറുതെ. എന്നാൽ ഇളയച്ചനോട് ആരറിയിക്കും എന്ന് പറഞ്ഞ് ലജ്ജയോടുകൂടി മുഖം താഴ്ത്തി. ദേവി എന്തിന് നാണിക്കുന്നു? ഞാൻ തന്നെ അഘോരനാഥനോട് പറഞ്ഞ് സമ്മതം വാങ്ങി വരാമല്ലോ. ദേവി ഒന്നും ചെയ്യേണ്ടതില്ല. അച്ഛൻ്റെ സമ്മതം കിട്ടുവാൻ മാത്രമേ മറ്റൊരാളെ അയക്കേണ്ട ആവശ്യമുള്ളൂ. സ്വർണമയി: അത് ചോദിക്കേണ്ട താമസമേയുള്ളൂ കിട്ടുവാൻ. എന്നെക്കുറിച്ച് രാജാവിന് വളരെ വാത്സല്യമായിട്ടാണ്. അവിടത്തേക്ക് ഇത് വളരെ സന്തോഷകരമായി തീരുകയും ചെയ്യും. ഇങ്ങനെ രണ്ടാളും കൂടി പറഞ്ഞ് സന്തോഷിച്ചു കൊണ്ടിരിക്കെ മേൽഭാഗത്ത് നിന്ന് വൃക്ഷങ്ങളുടെ ഇല ഒച്ചപ്പെടുന്നത് കേട്ട് കാരണമെന്തെന്ന് നോക്കുന്നതിന് മുമ്പായി വലിയ ഒരു കാട്ടുകോഴി അവരുടെ വളരെ അടുക്കെ മുൻഭാഗത്ത് വീണ് ഉടനെ ചിറകിട്ടടച്ച് പിടച്ച് ചാവുകയും ചെയ്തു. നോക്കിയപ്പോൾ അതിൻ്റെ കഴുത്തിൽ ഒരു ശരം തറച്ചു നിൽക്കുന്നത് കണ്ട് ആ അപകടം പ്രവർത്തിച്ചതാരെന്ന് രാജകുമാരൻ ദേഷ്യത്തോടുകൂടി തിരയുമ്പോൾ കുറേ ദൂരെ നിന്ന് ഹഹഹ എന്ന് പൊട്ടിച്ചിരിക്കുന്നത് കേട്ടു. താരാനാഥൻ്റെ ചിരിയാണ്. അയാൾ വേഗത്തിൽ വില്ലുമായി അടുത്തു വന്നു. അങ്ങനെയാണ് ഏറെ നേരം സ്വകാര്യം പറഞ്ഞാൽ. ഞാൻ പലഹാരം തരുവാനായിട്ട് നിങ്ങളെ രണ്ടാളെയും എത്ര നേരമായി തിരയുന്നു? ഇനിയും സംസാരം മതിയാക്കാറായില്ലേ എന്ന് ചോദിച്ചു. രാജകുമാരൻ വിധം പകർന്ന് കുറഞ്ഞൊന്ന് ദേഷ്യപ്പെട്ട് തൻ്റെ അനിഷ്ടത്തെ പ്രകാശിപ്പിച്ചു. സ്വർണമയിയും ഒന്നും പറയാതെ നിന്നതിനാൽ ആ പ്രവൃത്തി തനിക്കും ഒട്ടും രസിച്ചില്ലെന്ന് താരാനാഥന് മനസ്സിലായി. താരാനാഥൻ: ഞാൻ കളിയായിട്ട് എയ്തതാണ്. ആ പക്ഷിയുടെ കഷ്ടകാലം കൊണ്ടോ ശരത്തിൻ്റെ ദുസ്സാമർഥ്യം കൊണ്ടോ അത് വീണ് ചത്തതിന് ഞാൻ എന്തു ചെയ്യും? എൻ്റെ നേരെ ദേഷ്യപ്പെട്ടാൽ ഞാൻ ഒട്ടും ബഹുമാനിക്കുകയുമില്ല എന്ന് ഒട്ടും കൂസൽ കൂടാതെ രാജകുമാരൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഉദ്യാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. രാജകുമാരൻ കുറേ നേരം ഒന്നും സംസാരിക്കാതെ ഒരു സാലഭഞ്ചിക പോലെ നിന്നു. ദേവിയുടെ സോദരനാകയാൽ ഈ ദുർമര്യാദം സഹിക്കേണ്ടി വന്നു. നമ്മുടെ ശുഭകാര്യത്തിന് ഇതൊരു മഹാദുർലക്ഷണമാണല്ലോ. കഷ്ടം. ദൈവം തന്നെ ഇതിന് വിപരീതമാണെന്ന് വരുമോ എന്ന് പറഞ്ഞു. സ്വർണമയി തൻ്റെ സോദരനും രാജകുമാരനും തമ്മിൽ നിരൂപിക്കാതെ ഒരു വൈരസ്യം സംഭവിക്കുവാൻ സംഗതി വന്നത് വിചാരിച്ച് വ്യസനിച്ചു. നനുങ്ങനെ പൊടിഞ്ഞിരുന്ന കണ്ണുനീര് തുടച്ചുകൊണ്ട്, കുമാര, ഇത് ദുർലക്ഷണമാണെന്ന് വിചാരിച്ച് ഒട്ടും വ്യസനിക്കരുതേ. ആ വക ചപലതകളൊക്കെയും സ്ത്രീകൾക്കുണ്ടാവുന്നതാണ്. ഇതൊക്കെയും അജ്ഞാനം കൊണ്ടുണ്ടാവുന്നതാണ്. സാരമില്ലെന്ന് ഇളയച്ചൻ എനിക്ക് ദൃഷ്ടാന്തപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ വ്യസനിക്കുന്നത് അതുകൊണ്ടല്ല എന്ന് പറഞ്ഞു. രാജകുമാരൻ: ഞാൻ താരാനാഥനോട് ഭാവം പകർന്ന് പറകയാലായിരിക്കും അല്ലേ? അത് എൻ്റെ തൽക്കാലമുണ്ടായ ദേഷ്യം കൊണ്ട് ചെയ്തതാണ്. ഒട്ടും കുണ്ഠിതം തോന്നരുത്. ഞാൻ തന്നെ അയാളെ പറഞ്ഞ് സമാധാനപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇങ്ങനെ രണ്ടുപേരും പരസ്പരം സമാധാനപ്പെടുത്തി സന്തോഷത്തോടുകൂടി ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. താരാനാഥനാകട്ടെ വളരെ ഖിന്നനായി ഗൃഹത്തിൽ ചെന്ന് മറ്റവർ ആരും വരുന്നതിന് മുൻപ് അത്താഴം കഴിച്ച് ഒരു ചെറിയ അകത്ത് ചെന്ന് വാതിലടച്ച് വിചാരം തുടങ്ങി. താരാനാഥൻ്റെ അവസ്ഥയും കുറച്ച് കഷ്ടം തന്നെ. തനിക്ക് കളിക്കുവാനും നേരം പോക്ക് പറയുവാനും ആരുമില്ലാതായി. കൂട്ടത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞാലുള്ളതുപോലെ മനസ്സിന് ഒരു മാന്ദ്യം സംഭവിച്ചു. രാജകുമാരനും തൻ്റെ സോദരിയും തമ്മിലുള്ള രഞ്ജിപ്പും ലാളനയും കാണുമ്പോൾ തൻ്റെ സോദരിയുടെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് സന്തോഷിക്കുമെങ്കിലും തനിക്ക് ലാളിക്കുവാനോ തന്നെ ലാളിക്കുവാനോ ആരുമില്ലാതിരുന്നതിനാലുള്ള വിഷാദം വെളിച്ചത്തെ ആശ്രയിച്ച് നിൽക്കുന്ന നിഴൽ എന്ന പോലെ ആ സന്തോഷത്തോട് വേർപെടാതെ ഉണ്ടായിരുന്നു. മേൽ പറഞ്ഞ പ്രകാരം രാജകുമാരൻ പണ്ടുണ്ടാവാത്ത വിധം അല്പം ദുർമുഖം ഭാവിക്കുക ഹേതുവാൽ താരാനാഥന് തൻ്റെ സ്ഥിതി യഥാർത്ഥമായിട്ടുള്ളതിൽ തുലോമധികം കഠിനമായി തോന്നി. ഏറ്റവും അഭിമാനിയാകയാൽ കുണ്ഠിതത്തിന് അല്പം വല്ലതും കാരണമുണ്ടായാൽ അതിനെക്കുറിച്ച് അധികമായി വിചാരിച്ച് ക്ലേശിക്കുന്നത് താരാനാഥൻ്റെ സ്വഭാവമായിരുന്നു. രാജകുമാരനും സ്വർണമയിയും കൂടി അഘോരനാഥൻ്റെ ഒരുമിച്ച് അത്താഴത്തിന് ചെന്നിരുന്നു. താരാനാഥനെ കാണാഞ്ഞപ്പോൾ സ്വർണമയി വളരെ അർത്ഥത്തോടുകൂടി രാജകുമാരൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. താരാനാഥൻ്റെ സ്വഭാവം നല്ലവണ്ണം പരിചയമുള്ളതാകയാൽ രാജകുമാരന് സ്വർണമയുടെ നോക്കിൻ്റെ താൽപ്പര്യം മനസ്സിലായി.
സുഖക്കേട് കൊണ്ട് തല താഴ്ത്തി. അത്താഴം കഴിഞ്ഞ് അഘോരനാഥനും രാജകുമാരനും കൂടി അഘോരനാഥൻ്റെ അകത്തേക്കും സ്വർണമയും അഘോരനാഥൻ്റെ ഭാര്യയും കൂടി അവരുടെ പതിവ് പോലത്തുള്ള സ്ഥലത്തേക്കും കിടക്കുവാൻ പോയി. താരാനാഥൻ നേരത്തെ അത്താഴം കഴിച്ച് ഉറക്കമായി എന്ന് അടുക്കളക്കാരൻ പറയുകയാൽ അയാളെക്കുറിച്ച് അഘോരനാഥൻ അധികമായി അന്വേഷിക്കുകയും ഉണ്ടായില്ല. ഇതോടെ 5-ാം അധ്യായം ഇവിടെ കഴിയുന്നു. ഇനി ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഇതുവരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി ബാക്കി ഭാഗങ്ങളുമായി വരുന്നതുവരെ നന്ദി.